കോട്ടക്കടവിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDF RMPI നേതൃത്വത്തിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കോട്ടക്കടവിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുക എന്നാവശ്യപ്പെട്ട് UDF RMPI നേതൃത്വത്തിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കോട്ടക്കടവിൽ റെയിൽവേ ക്രോസ് സമീപം നടന്ന കൺവെൻഷൻ മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 2015-16 കാലത്താണ് ഞാൻ വടകരയിൽ 2ാം തവണ MPI കാലത്താണ് ഈ മേൽപ്പാലത്തിനായിട്ട് ഇതുപോലെ ഒരു ജനകീയ കൂട്ടായ്മയോട് സംഘടിപ്പിച്ചത്. ആ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്തത് അന്നത്തെ മുനിസിപ്പൽ ചെയർമാൻ ദിവംഗതനായ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ശ്രീമാൻ TP ചന്ദ്രേട്ടനായിരുന്നു. ആ ചടങ്ങിൻ്റെ ഉദ്ഘാടനം ഞാൻ തന്നെ നിർവഹിക്കണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ച അദ്ദേഹമായിരുന്നു. അദ്ദേഹം കാണിച്ച ആ ഉത്സുകത്തിന് ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദിയോടുകൂടി തന്നെ എനിക്ക് ഓർക്കാൻ സാധ്യമല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടായ്മയിലൂടെ നമുക്ക് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കണമെന്ന ഒരു തീരുമാനത്തോടുകൂടിയാണ് അദ്ദേഹം എല്ലാ ഘട്ടങ്ങളിലും എന്നെ സമീപിച്ചത്. ഇവിടെ പറയുകയുണ്ടായല്ലോ, ഞാൻ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ച ശേഷമാണ് ഇവിടെ വന്നത്. ഏതാണ്ട് 90-ലേറെ വണ്ടികൾ ഈ വഴി പോകുന്നുണ്ട്. ഇതിലേറെ അതിവേഗ ട്രെയിനുകളും ദീർഘദൂര ട്രെയിനുകളുമാണ്. 90ഓളം ട്രെയിനുകൾ ഒരു ദിവസം പോകുന്നുണ്ട്. അതിന് പുറമെ കാർഗോ ട്രെയിനുകൾ പോകുന്നുണ്ട്. ഏറ്റവും ഏറെ ഈ പറയുന്ന ട്രാഫിക് ഡെൻസിറ്റി അല്ലെങ്കിൽ ഈ വാഹന സാന്ദ്രതയുള്ള ഒരു ഗേറ്റ് ആയിട്ടാണ് ഈ ഗേറ്റ് എന്ന കാര്യം മനസ്സിലാക്കണം. 90 വണ്ടികൾ കടന്നു പോകുമ്പോൾ അധ്യക്ഷൻ ശ്രീ ശശി പറഞ്ഞ പോലെ തന്നെ എത്ര മണിക്കൂറാണ് ചെലവഴിക്കുന്നത്? 6 മുതൽ 7 മണിക്കൂർ വരെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട ആ സമയമാണ് ഈ ഗേറ്റുകളിൽ നമുക്ക് ചെലവഴിക്കേണ്ടി വരുന്നതെന്ന് വരുമ്പോൾ അതെത്ര വിലപ്പെട്ടതാണ്. ഒരിക്കലും നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത വലിയ സമയനഷ്ടമാണ് നഷ്ടം. അത് പരിഹരിക്കാൻ സാധ്യമല്ല. അത് പരിഹരിക്കപ്പെടണമെങ്കിൽ നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം തന്നെ അറിയാവുന്ന ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജാണ്. ആ ഓവർ ബ്രിഡ്ജ് നേടിയെടുക്കുന്നവരെ നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. ശശിധരൻ കരിമ്പനപ്പാലം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ VK അസീസ് മാസ്റ്റർ, സുധീഷ് മാസ്റ്റർ, MP അഹമ്മദ്, AP ഷാജിദ്, PM മുസ്തഫ മാസ്റ്റർ, വൃന്ദ PK, സജീർ CK, റെജിന T, CH വിജയൻ, MP അബ്ദുൽ കരീം, A ദാസൻ, K അബ്ദുള്ള, ഷാനവാസ് ബക്കർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.